നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ കളിയിൽ ആര് ജയിക്കുമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയും: ഈ കളിയിൽ ജയിക്കുക കളിയിൽ ഏറ്റവും കുറച്ച് മിസ്റ്റേക്ക് വരുത്തുന്ന ടീമായിരിക്കും. മെക്സിക്കോയുടെ കോച്ച് പറയുകയാണ്. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 ആതിഥേയരായിട്ടുള്ള മെക്സിക്കോ ഫേവററ്റുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 മെക്സിക്കോ സിറ്റിയിലെ ആസ്തക്കെ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. ആ ഒരു വെന്യൂ തീർച്ചയായിട്ടും മെക്സിക്കോക്ക് വലിയ ഒരു മേൽക്കൈ കൊടുക്കുന്നുണ്ട് എന്നാണ് പലരും വിലയിരുത്തുന്നത്. തോമസ് ടൂഷൽ പോലും അത് പറഞ്ഞു. അവിടുത്തെ ആൾട്ടിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ വലിയ ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് ടീമിനുണ്ടാക്കും എന്ന്. ഏതായാലും ഇപ്പോൾ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചിരിക്കുന്നു മെക്സിക്കോയുടെ കോച്ച്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, മെക്സിക്കോയുടെ ഹെഡ് കോച്ച് പറയുന്ന വാക്കുകൾ. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും അവർ അഗ്വയർ പറയുകയാണേ, എനിക്ക് പറയാൻ പറ്റില്ല, ഞങ്ങൾ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കോ ഇല്ലയോ എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കില്ല എന്നാർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ കരുതാൻ പറ്റില്ലല്ലോ. ഞാനങ്ങനെ പറയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്: ഇറ്റ് വിൽ ബി വെരി ഈവൻ ഗെയിം ആൻഡ് ഹൂ എവർ മേക്സ് ഫ്യൂവർ മിസ്റ്റേക്ക് വിൽ വിൻ. ആരാണ് ഈ കളിയിൽ കുറഞ്ഞ മിസ്റ്റേക്സ് വരുത്തുന്നത് ആ ടീം ജയിക്കും. ഒരു ഈവൺലി ആയിട്ടുള്ള മാച്ചാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പറയുന്നു. മെക്സിക്കോ ഈ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. കിടിലൻ പ്രകടനം. ആ തുടർന്നാൽ ഇംഗ്ലണ്ടിന് ബുദ്ധിമുട്ടാവുന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അഗ്വയർ പറയുന്നു, ഈ രാജ്യം, ഇംഗ്ലണ്ട് എന്ന രാജ്യം ഒരു ഗ്രേറ്റ് ലീഗുള്ള രാജ്യമാണ്. പ്രീമിയർ ലീഗ് അവിടെ ഉണ്ട്. ഒരുപാട് താരങ്ങൾ അവർ സപ്ലൈ ചെയ്യുന്നു. ഒരു ടോപ്പ് ടീമാണ് ലോകത്ത്. ഏതായാലും ഞങ്ങൾ ഒരു പെർഫെക്റ്റ് ഗെയിം, അവരെ തോൽപ്പിക്കണമെങ്കിൽ ഞങ്ങളൊരു പെർഫെക്റ്റ് ഗെയിം പുറത്തെടുക്കേണ്ടതുണ്ട്. ഞങ്ങളും വളരുന്ന ടീമാണ്. അപ്പോൾ ലെക്ക് ഫാക്ടർ ഞങ്ങളുടെ കൂടെ നിൽക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഒരു ഈവൻലി മാച്ച്ഡ് ഗെയിമായിരിക്കും. അതിൽ നമുക്ക് ലെക്ക് കൂടി ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വളരെ ഈവൻ ആയിട്ടുള്ള ഗെയിമായിരിക്കും. ആരാണ് ഏറ്റവും കുറഞ്ഞ മിസ്റ്റേക്സ് വരുത്തുക അവർ വിജയിക്കും. പിന്നെ എൻ്റെ ടീം നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനതിൽ വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളൊരു സമയം ലഭിച്ചിട്ടുണ്ട് വേണ്ട താരങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. നല്ല ഇൻഡിവിജ്വൽ ടാലൻറ്റ് ഈ രാജ്യത്തുണ്ട്. അപ്പം താരങ്ങൾ അവരുടെ ഈഗോസും മറ്റു കാര്യങ്ങളുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ ഹമ്പിളായിട്ടാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ടീം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി പോലെയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഹ്യൂമൻ ലെവലിൽ ഞങ്ങൾ നല്ല രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താരങ്ങളെല്ലാം വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ദേ ആർ റെഡി ടു ഹെൽപ്പ് ഈച്ച് അതർ. ഇത് എല്ലാ മേഖലകളിലും, ഈ ടീമിൻ്റെ എല്ലാ മേഖലകളിലും ഇത് കാണാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും മെക്സിക്കോ മികച്ച പ്രകടനം നടത്തി വന്നതാണ്. പക്ഷേ ഹാരി കെയ്നൊക്കെ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണ്. കോങ്കോ ഇംഗ്ലണ്ട് വീഴ്ത്തിയത് ഹാരി കെയ്ൻ്റെ ഗോളടി മികവിലാണ്. അപ്പോൾ അത് ആവർത്തിക്കാനുള്ളൊരു ശ്രമം അവർ നടത്തും. മെക്സിക്കോ ആണെങ്കിൽ വിട്ടുകൊടുക്കാത്ത പോരാട്ടവും നടത്തും. അപ്പോൾ അതുകൊണ്ട് ഈ കളി ടീം ഇറക്കുന്നതൊന്നായിരിക്കും നേരത്തിൽ തർക്കമേ വേണ്ട. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.